ആലത്തൂരിലെ സ്ഥാനാർത്ഥികളോട് ഇത്രമാത്രം എന്ന തലക്കെട്ടോടുകൂടി 5 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ആലത്തൂർ പഞ്ചായത്ത് പ്രദേശത്ത് വൈകുന്നേരങ്ങളിലും അവധി ദിവസങ്ങളിലും കുടുംബവുമൊത്ത് ചെലവഴിക്കാൻ ഒരു പാർക്ക്, ടൗൺ പരിസരങ്ങളിലെ റോഡിന്റെ ഇരുവശങ്ങളിലായി വാഹനങ്ങളുടെ അനാവശ്യ പാർക്കിംഗ് ഒഴിവാക്കാൻ ഒരു നല്ല പാർക്കിംഗ് കേന്ദ്രം, റോഡിലൂടെ നടക്കുന്ന കാൽനട യാത്രക്കാർക്ക് സുഖകരമായ നടത്തത്തിന് ഇരുവശങ്ങളിലുമായി നടപ്പാത ഫുട്പാത്ത്, ജനങ്ങൾ തിങ്ങി നിറയുന്ന അല്ലെങ്കിൽ കൂടുതലും വന്നു പോകുന്ന ആലത്തൂരിന്റെ ഹൃദയഭാഗങ്ങളിൽ പൊതു ശൗചാലയം, വളർന്നു വരുന്ന ആലത്തൂരിലെ കായിക താരങ്ങൾക്ക് മികച്ച രീതിയിലുള്ള ഒരു കളിസ്ഥലം, ആലത്തൂർ പഞ്ചായത്തിലെ യുവതിയുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളോത്സവ പദ്ധതി ഇതിലും മികച്ച രീതിയിൽ നടത്തുക, നഗരപ്രദേശങ്ങളിലെ പ്രധാന ഭാഗത്ത് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ തെരുവ് നായ്കൾ റോഡിലോട്ട് വലിച്ചിഴക്കാത്ത രീതിയിൽ ശേഖരിക്കുക, ഓരോ വാർഡിലും 2 വലിയ വേസ്റ്റ് ബോക്സുകൾ വീതം വെച്ച് പ്രശ്നം പരിഹരിക്കാം, രാവിലെയും രാത്രിയുമായി ആലത്തൂർ പഞ്ചായത്തിലെ വ്യായാമം ചെയ്യുന്നവർക്കായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ചെറിയ ഓപ്പൺ ജിംനേഷ്യം കൊണ്ടുവരിക, പൊതുസ്ഥലങ്ങളിലെയും വീടുകളിലെയും കുടിവെള്ള പൈപ്പുകളിൽ 24 മണിക്കൂറും ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിൽ കുടിവെള്ളത്തിന്റെ ലഭ്യത ഉറപ്പാക്കുക, ആൾ താമസമുള്ള പ്രദേശങ്ങളിലെ തോട് അല്ലെങ്കിൽ കനാൽ വൃത്തിയായി വെള്ളം ഒഴുകുന്നതിന് വേണ്ട നടപടിയെടുക്കുക, ASM സ്കൂൾ PT ഗ്രൗണ്ടിന്റെ ചുറ്റും നിർമ്മിച്ച അഴുക്കുചാലിൽ നിന്നും മാലിന്യവെള്ളം ഗ്രൗണ്ടിലിട്ട് പുറന്തള്ളാത്ത രീതിയിലും മെയിൻ റോഡിലെ ഇരുവശങ്ങളിലുമായി വെള്ളം ഒഴുകിപ്പോകുന്ന രീതിയിൽ അഴുക്കുചാലുകൾ നേരെയാക്കുക, ഗായത്രി പുഴയോരങ്ങളിലെ കടവുകളും പരിസരവും അതുപോലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന കുളങ്ങൾ എന്നിവ ഉപയോഗപ്രദമാക്കുക, മെയിൻ റോഡിന്റെ ഇരുഭാഗത്തുമുള്ള ഇടവഴികൾ പോക്കറ്റ് റോഡുകളിലെ ലൈറ്റുകളും റോഡുകളും റീവർക്ക് ചെയ്യുക.